നമസ്കാരം. മറ്റൊരു വാർത്താ ദിനത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മധ്യപൂർവേഷ്യയിലെ സംഘർഷ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. സംഘർഷങ്ങൾക്ക് 6ാം ദിവസവും അയവില്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്ക് തിരിച്ചടിയല്ലാതെ മറ്റു മറുപടിയില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. കിഴക്കൻ ടെഹ്റാനിൽ ഇറാന്റെ സൈനിക സമുച്ചയം ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട്. മേഖലയിൽ വൻ ആക്രമണം നടത്തിയതായാണ് IDF പറയുന്നത്. മെരിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും ചേരുകയാണ്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, എങ്ങനെയാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതി? പൊതുവിൽ വലിയ പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആ രീതിയിലായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത്. ഇന്നും സമാനമായ രീതിയിൽ ആശങ്കകൾ വേണ്ട എന്ന് തന്നെയാണോ? തീർച്ചയായും ആശങ്കകൾക്കിടയില്ലാത്ത രീതിയിൽ തന്നെയാണ് ഗൾഫിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഗൾഫിലെ രാജ്യങ്ങളിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഒന്നും തന്നെ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിലെ കണക്കെടുക്കുകയാണെങ്കിൽ വലിയ തോതിൽ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നതിനപ്പുറം അത് വിജയകരമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് കൂടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വൈകിട്ടോ രാത്രിയോ ഏതെങ്കിലും നിലയ്ക്ക് ഈ GCC രാജ്യങ്ങളിലെ ആക്രമണങ്ങളിൽ ഈ അവശിഷ്ടങ്ങൾ പതിച്ചോ മറ്റോ ഒക്കെ തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നത് പതിവായിരുന്നു. തീപിടുത്തമില്ലാത്ത ദിവസങ്ങൾ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കാര്യമായി, അതായത് ഇന്നലെ കാര്യമായി എവിടെയും തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ GCC രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള അവിടേക്കുള്ള ഇറാന്റെ ആക്രമണം, ഇറാൻ അത് അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണമാണ് എന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കാര്യമായിട്ടുള്ള ആക്രമണം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് പലതവണയും മാറിയിരുന്നു. പക്ഷേ ഇന്നലെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ആക്രമണം എവിടെയും ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഒരു ശാന്തമായ ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നുള്ളത് പറയാൻ പറ്റും. ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ GCC രാജ്യങ്ങളിലെയും യൂറോപ്യൻ യൂണിയനിലെയും വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു ഓൺലൈൻ യോഗം ചേരുന്നുണ്ട്. ആ ഓൺലൈൻ യോഗം രാവിലെ ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ച വളരെ നിർണായകമായിരിക്കും. കാരണം ഈ സാമ്പത്തിക മേഖലയിൽ യുദ്ധം ഏതൊക്കെ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശദമായിട്ടുള്ള ചർച്ച അവിടെ നടക്കും. ഒപ്പം തന്നെ പരിഹാര നടപടികൾ ഏത് നിലയ്ക്കാണ് യൂറോപ്യൻ യൂണിയനും GCC രാജ്യങ്ങളും സംയുക്തമായി ഈ ആക്രമണത്തിനെതിരെ നിലപാടെടുക്കുക. ഒപ്പം തന്നെ സാമ്പത്തിക മേഖലയിൽ ഇതുണ്ടാക്കിയ ചലനം, ഈ ആക്രമണം ഉണ്ടാക്കിയ ചലനം, അത് തുറമുഖങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഒപ്പം തന്നെ കാര്യമായി ഈ പലതരത്തിൽ ചരക്കു നീക്കത്തിനൊക്കെയും ബാധിക്കുന്ന നിലയിലേക്കും ചില പ്രധാനപ്പെട്ട സൗദിയിലൊക്കെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില കമ്പനികൾ അടച്ചു, ഒപ്പം തന്നെ അതിന്റെ പ്രവർത്തനം നടത്താൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങളൊക്കെയും നീങ്ങിയിരുന്നു. അപ്പോൾ ഈ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സൗദിയിലും കുവൈറ്റിലും ഒക്കെ പലയിടങ്ങളും ആക്രമിക്കപ്പെട്ടു, തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടു. കടലിടുക്കുകളുമായി ബന്ധപ്പെട്ടും നിലവിൽ തുടരുന്ന ഒരു അനിശ്ചിതത്വം, ആശങ്ക. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിൽ ഏത് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തീരുമാനിക്കുന്നതിൽ അതിലൊക്കെ ഈ യോഗം വളരെ നിർണായകമായിരിക്കും. അപ്പോൾ ആ യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നിരീക്ഷണങ്ങളും ഒപ്പം പരിഹാര നടപടികളും ഒക്കെ ഇന്ന് യോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഒമാൻ പോലെയുള്ള രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇറാനിൽ നിന്ന് ഇറാന് അനുകൂലമായിട്ടൊരു നിലപാട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും അത് മറ്റ് രാജ്യങ്ങളിൽ കൂടി പകരാൻ അത് ശ്രമിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ GCC രാജ്യങ്ങളൊന്നും തന്നെ ഇറാനെ വലിയ തോതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാന് എതിരെ ഈ ആക്രമണത്തെ അപലപിക്കുമ്പോഴും വലിയ തോതിൽ ഈ അമേരിക്കയോടോ ഇസ്രായേലിനോടോ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ തുറന്നൊരു യുദ്ധപ്രഖ്യാപനമോ മറ്റുമൊന്നും ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല, നടത്താൻ ഒട്ടുമേ സാധ്യതയുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് എങ്ങനെയാകും ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഇറാന്റെ നയങ്ങളെ അല്ലെങ്കിൽ ഇറാന്റെ പ്രവർത്തികളെ, ഈ സമയത്തെ ചെയ്തികളെ ഒക്കെയും വിലയിരുത്തുക എന്നുള്ളത് പ്രധാനമായിരിക്കും.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുവൈറ്റുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലുള്ള കുവൈറ്റി പൗരന്മാരെ നാട്ടിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കുവൈറ്റ് നടത്തുന്നുണ്ട്. ആർക്കൊക്കെ തിരികെ വരണമെന്ന ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ തിരികെ എത്തിക്കാനായി പ്രത്യേക വിമാന സർവീസും മറ്റുമൊക്കെ നടത്തും എന്ന് കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇത്തരത്തിൽ ദുബായ് പോലീസിന്റെയും ഒപ്പം തന്നെ ദുബായ് അതോറിറ്റിയുടെയും ഒക്കെ പലതരത്തിലുള്ള മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ അലേർട്ട് സംവിധാനവുമായി ബന്ധപ്പെട്ട് ആശങ്ക, അത് ആ അലേർട്ട് സംവിധാനത്തിനെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. അത് അലേർട്ട് നടക്കുമ്പോൾ എപ്പോഴും ആക്രമണം നടക്കുന്നു എന്നുള്ളൊരു അർത്ഥമില്ല, മറിച്ച് സാധ്യതകൾ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ അലേർട്ടുകൾ നൽകുന്നത് എന്നുള്ള നിലയ്ക്ക് വിവരങ്ങൾ നൽകുന്നുമുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ ഏത് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആക്രമണം, അത് ശനിയാഴ്ച യുദ്ധം തുടങ്ങിയ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഞായറാഴ്ച ഉണ്ടായ തോതിലുള്ള ആക്രമണം ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഏതാണ്ട് 110ഓളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെയാണ് UAE ആകമാനം ചേർത്തത്. അതിൽ എവിടെയും തീപിടിക്കുന്ന നിലയിലേക്ക് കാര്യം പോയിട്ടില്ല. സത്യത്തിൽ UAE ഫുജൈറയിലും ഒപ്പം US എംബസിയിലും ഒക്കെ US കോൺസുലേറ്റിലും ഒക്കെ ആക്രമണം നടന്നതിന് ശേഷം ഒരു നിലയ്ക്കും മറ്റൊരാക്രമണം ഈ UAEയിലേക്ക് ഉണ്ടായിട്ടേ ഇല്ല. സൗദി നോക്കിയാലും ബഹ്റൈൻ നോക്കിയാലും കുവൈറ്റ് നോക്കിയാലും ഒക്കെ ഇന്നലെ പുലർച്ചെയൊക്കെ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി ആക്രമണത്തിന്റെ വിവരങ്ങളായി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിലൊരു അശാന്തിയുടെ സമയമൊന്നുമല്ല. പ്രത്യേകിച്ച് എല്ലാ മേഖലകളും ഏതാണ്ട് ഒരേപോലെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആളുകളെ ഈ പറയുന്ന ആളുകളുടെ ഒരു മറ്റു രാജ്യത്തേക്കുള്ളൊരു പോക്കും ഒപ്പം ഒരു മൊബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലുണ്ടായ ഒരു ആക്രമണം അത് കഴിഞ്ഞ 2 ദിവസമായിട്ടില്ല. അപ്പോൾ ആളുകളുടെ മൊബിലിറ്റി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചരക്ക് നീക്കവും നടത്താനുള്ള മറ്റ് വഴികളൊക്കെ ഓരോ രാഷ്ട്രങ്ങളും തേടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമില്ലാത്ത സാഹചര്യം തന്നെയാണ് നിലവിൽ ഗൾഫ് മേഖലയെ സംബന്ധിച്ചുള്ളത്. ഏത് നിലയ്ക്കുള്ള ആക്രമണം ഉണ്ടെങ്കിലും അത് ജനജീവിതത്തിനെ സാരമായി ബാധിച്ചിട്ടേ ഇല്ല. അത് ആദ്യഘട്ടത്തിലും ബാധിച്ചിട്ടില്ല. ഒരു 5% മാത്രമാണ് ഈ UAEയിലൊക്കെയും ഏതെങ്കിലും നിലയ്ക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5% മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ മാറുന്ന സാഹചര്യം തന്നെയാണ്. കുറെ കൂടി ആളുകൾക്കുള്ളിലുള്ള ഭീതിയും ആശങ്കയും ഒക്കെയും നീങ്ങിയിട്ടുണ്ട്. അവർ ഈ പറയുന്ന തരത്തിൽ ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൊന്നുമല്ല. അലേർട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കത് കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയതോടുകൂടി കാര്യങ്ങൾ കുറെ കൂടിയൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പേടിക്കാനില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നിലയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങളുടെ പോക്ക്. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. മെറിൻ, GCC രാഷ്ട്രങ്ങളിലേക്കുള്ള ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസമായി കേൾക്കുമ്പോൾ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം അതല്ല. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ടെഹ്റാനെ ലക്ഷ്യമിട്ട് കൂടുതൽ നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിന്റെ നീക്കത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്ന് ഈ സാഹചര്യത്തിലും ഇറാൻ ആവർത്തിക്കുന്നത്. അത് സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിലും അരക്ഷിതാവസ്ഥ തുടരും എന്നതിന്റെ സൂചനയായി മാറുന്നുണ്ടോ? തീർച്ചയായും അസിത, തുടർച്ചയായ 6ാം ദിവസവും മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിപ്പോൾ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. മാത്രമല്ല ടെഹ്റാന്റെ സൈനിക കേന്ദ്രങ്ങളും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ബെയ്റൂത്തിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. 3 വൻ സ്ഫോടനങ്ങൾ ഉണ്ടായെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മേഖലയിൽ ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു എമർജൻസി ഇവാക്വേഷനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ബെയ്റൂത്തിലെ എയർപോർട്ടിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 6ാം ദിവസവും സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. തിരിച്ചടിക്കാതെ മറ്റു വഴികളില്ലെന്ന് തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആക്രമണത്തിന് മുമ്പിൽ മറ്റു വഴികളില്ല എന്നും വ്യക്തമാക്കുമ്പോഴും സംഘർഷം
രൂക്ഷമായി തന്നെ തുടരുകയാണ്. നേരത്തെ തന്നെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളുമായി ഒരു സമവായ ശ്രമത്തിന് ശ്രമിച്ചിരുന്നു. അതായത് ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. മേഖലയിലെ സമാധാനത്തിന് ഒന്നിച്ചു നിൽക്കണം, ആക്രമിക്കുകയല്ലാതെ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല എന്നും ഗൾഫ് രാജ്യങ്ങളോട് ഒരു സമാധാന ശ്രമമായി തന്നെ ഇറാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന് ഖത്തർ നൽകിയ മറുപടി ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, മേഖലയിൽ നിങ്ങളാണ് ആക്രമണം നടത്തിയത് എന്നുള്ള ആ ഒരു സമാധാന ശ്രമങ്ങളെ ഖത്തർ തള്ളിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് പറഞ്ഞത് ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ അമേരിക്ക ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലും എപ്പോഴവസാനിപ്പിക്കണമെന്ന് ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും തീരുമാനിക്കും. അതുവരെ ഈ രണ്ട് രാജ്യങ്ങളുടെയും വ്യോമശക്തി ഇറാൻ കണ്ടുകൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് പീറ്റ് ഹെക്സേത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരത്തിൽ ആ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുമെന്ന് തന്നെ കാര്യങ്ങളാണ് വരുന്നത്. മാത്രവുമല്ല, യൂറോപ്യൻ യൂണിയന്റെ നിലപാടിനെ ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഈ യുദ്ധത്തെ തള്ളിപ്പറയുന്നതിൽ അല്ലെങ്കിൽ ഇറാനെതിരായ ആക്രമണങ്ങളെ തള്ളിപ്പറയുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഇറാൻ ഉന്നയിക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ അവകാശവും ഇറാനുണ്ട്. ഈ യൂറോപ്യൻ യൂണിയന്റെ പ്രസ്താവന എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു, അതായത് അയൽ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നുള്ളൊരു പ്രസ്താവനയായിരുന്നു യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇതിനെ തന്നെയാണ് ഇപ്പോൾ അപലപിച്ചുകൊണ്ട് ഇറാൻ ശക്തമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു. അതേസമയം തന്നെ ഇസ്രായേൽ ടെഹ്റാനിലും ആക്രമണം നടത്തിയിരിക്കുകയാണ്. ടെഹ്റാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നുള്ള വിവരമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇറാന്റെ മുങ്ങിക്കപ്പൽ, അതായത് IRIS ധേന എന്ന മുങ്ങിക്കപ്പൽ ടോർപിഡോ ഉപയോഗിച്ച് തകർത്തെന്നുള്ള വിവരം US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. അതിൽ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു യുദ്ധക്കപ്പൽ തകർക്കപ്പെടുന്നത്. അത് പേർഷ്യൻ ഗൾഫിന്റെ അടിത്തട്ടിലേക്ക് ഇറാന്റെ നേവി അല്ലെങ്കിൽ അത് താഴേക്ക് പോയി, അതിന്റെ അടിത്തട്ടിലേക്ക് പോയി എന്നുള്ള വാർത്തകളാണ് പീറ്റ് ഹെക്സേത്ത് പറഞ്ഞത്. ഇത്തരത്തിൽ കനത്ത തിരിച്ചടി ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇന്ത്യയുടെ ക്ഷണപ്രകാരമാണ് ആ ഒരു മിലൻ എന്ന് പറയുന്ന വ്യോമ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ പോയ ആ ഒരു യുദ്ധക്കപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കപ്പലിന് നേരെ ഒരു ആക്രമണം എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ കരയാക്രമണം ഇസ്രായേൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും 6ാം ദിവസവും ഈ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യം അതിരൂക്ഷമായി തന്നെ തുടരുമ്പോഴും സമവായ ശ്രമങ്ങളോ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതായിട്ടുള്ള ലക്ഷണങ്ങളോ കാണുന്നില്ല. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രസ്താവന തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പീറ്റ് ഹെക്സേത്തിന്റെ പ്രസ്താവന. എന്തായാലും ഈ ഒരു മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. അസിത, മെറിൻ, ഇന്നലെ വൈകുന്നേരം വന്ന വാർത്ത തുർക്കിയുടെ വ്യോമ അതിർത്തിയിൽ ഇറാന്റെ മിസൈലുകൾ എത്തിയെന്നും നാറ്റോ അത് തകർത്തു എന്നുമുള്ളതാണ്. ഇതുവരെ ഈ യുദ്ധത്തിൽ ഈ സൈനിക നടപടികളിൽ നേരിട്ട് പങ്കാളികളല്ലാത്ത ഒരു രാജ്യമാണ് തുർക്കി. ഇറാനോട് പലപ്പോഴും വലിയ രീതിയിൽ അനുകൂല സമീപനം സ്വീകരിച്ച ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ രീതിയിൽ വിവേചനരഹിതമായ ആക്രമണം നടത്തുമ്പോൾ അത് അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണെന്ന് മാത്രം ഇറാൻ പറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഇതിനെ ഇറാൻ ന്യായീകരിക്കാൻ പറ്റുക? നമുക്കറിയാം, ആദ്യ ദിവസങ്ങളിൽ ആദ്യം ഈ ആക്രമണം തുടങ്ങിയപ്പോൾ ഇറാൻ അനുകൂലമായി നിലപാടെടുത്ത പല രാജ്യങ്ങളും പിന്നീട് അതിൽ നിന്ന് മാറിയൊരു സമീപനം എടുത്തത് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മറ്റു രാജ്യങ്ങളിലെല്ലാം വ്യാപകമായി ഒരു വിവേചനരഹിതമായ ആക്രമണം അവർ എടുത്തതിന് ശേഷമാണ്. ഇന്നലെ തുർക്കിയിലേക്ക് കൂടി ആ നടപടികൾ വ്യാപിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇറാൻ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇതിൽ ലോക രാജ്യങ്ങളുടെ പ്രതികരണം ഇറാന് കൂടുതൽ എതിരാകുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നല്ലോ. തീർച്ചയായും ദിൽന, ലോകരാജ്യങ്ങളുടെ പ്രതികരണം കൂടെ ഇപ്പോൾ ഇറാന് എതിരാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തുർക്കി പറഞ്ഞത്, തുർക്കിയുടെ അതിർത്തിയിലേക്ക് വന്ന ആ ഒരു ഇറാന്റെ മിസൈലുകൾ നാറ്റോ അത് പ്രതിരോധിച്ചു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വന്നത്. അത്തരത്തിൽ ആദ്യമായി തന്നെയാണ് തുർക്കി അത്തരത്തിലൊരു പ്രതികരണവും നടത്തുന്നത്. നേരത്തെ ഇറാനെ അനുകൂലിച്ച രാജ്യങ്ങൾ വരെ ഇപ്പോൾ എതിരാകുന്ന ഒരു സാഹചര്യം കൂടെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ട്. എന്തായാലും ഈ ഒരു സംഘർഷ സാഹചര്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. നേരത്തെ
നേരത്തെ തന്നെ ഫ്രാൻസും അതുപോലെ തന്നെ നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞിരിക്കുന്നത് ഈ ലെബനനിലെ ഈ ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും അതുപോലെ തന്നെ ലെബനൻ പ്രസിഡന്റുമായും ചർച്ച നടത്തിയിരുന്നു എന്നുള്ള വിവരം എക്സിലൂടെ ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ മേഖലയിൽ സമാധാനങ്ങൾ ശ്രമം തുടരണം, അതിന് ഹിസ്ബുള്ളയും തയ്യാറാകണമെന്നും ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട്. തുർക്കിയും ഈ ഒരു കാര്യത്തിൽ ഇറാന്റെ സൈനിക നീക്കം ഉണ്ടായെന്നുള്ള വിവരം കൂടെ തുർക്കിയും കൂടി പറയുമ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഒരു സംഘർഷം വ്യാപിക്കുന്ന ഒരു ഘട്ടമാണോ എന്നുള്ള ഒരു ആശങ്കയും കൂടെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആക്രമണം അതിരൂക്ഷമായി തന്നെ 6ാം ദിവസവും തുടരുകയാണ്. ദിൽന, മെറിൻ, ഇതിലിപ്പോൾ നോക്കൂ, ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾ ഈ സാഹചര്യത്തിൽ ഏത് ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ചും ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, അതായത് ലെബനനെ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ഇറാന്റെ പ്രോക്സികളാണ് ഇവയൊക്കെയും. അപ്പോൾ ഈ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ എന്ന നിലയിൽ അമേരിക്ക നടത്തിയിട്ടുള്ള, സാമ്രാജ്യത്തെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെയൊക്കെ പരിശോധിക്കുമ്പോൾ പിന്നീട് ആ രാഷ്ട്രങ്ങൾ മാറിയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ അവിടെ ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നീളുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആ പ്രോക്സികൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണവും ഇസ്രായേൽ വലിയ തോതിൽ നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഹമാസ് ഇറാന് പിന്തുണയുമായി വന്നപ്പോൾ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ അമേരിക്കയും ഇസ്രായേലും നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി കൂടി ഇറാനും അമേരിക്കയും ഈ യുദ്ധ സാഹചര്യത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നതുകൂടി വ്യക്തമല്ലേ? അസിത, തീർച്ചയായും അത്തരത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന് മാസങ്ങൾ നീണ്ട ആസൂത്രണം ഉണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധ സ്ട്രാറ്റജി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. അതായത് അവരുടെ എല്ലാം ആകാശത്തിന്റെ മേധാവിത്വം ഞങ്ങൾക്കാണ്, ടെഹ്റാനിലും അതുപോലെ തന്നെ ലെബനനിലും ഞങ്ങളുടെ യുദ്ധവിമാനങ്ങൾ പറക്കും എന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം 60 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഒരു ആക്രമണം നടന്നിരുന്നത്. ഇന്നും അതുപോലെ തന്നെ 3 വലിയ സ്ഫോടനങ്ങളാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്താണെങ്കിൽ 1,00,000-ഓളം അല്ലെങ്കിൽ കൂടുതൽ സൈനികരെ അങ്ങോട്ട് അയക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. 200ഓളം യുദ്ധവിമാനങ്ങൾ ആ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ ആക്രമണത്തിൽ പങ്കെടുത്തതായിട്ടും സെൻകോം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇറാനെതിരെ ശക്തമായ നീക്കമുണ്ടാകുമെന്നും അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുമെല്ലാം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതായത് ആ ഒരു ഭരണമാറ്റം എന്ന നിലയ്ക്ക് തന്നെ അവിടെ കാര്യങ്ങൾ നീങ്ങുമെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. എന്തായാലും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും അതുപോലെ തന്നെ ടെഹ്റാനിലും ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും സംയുക്തമായി മാസങ്ങൾ നീണ്ട ഒരു ആസൂത്രണം എന്ന് തന്നെ വ്യക്തമായി പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. പീറ്റ് ഹെക്സേത്തിന്റെയും അതുപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറിയുടെയും പ്രതികരണങ്ങളിൽ നിന്നെല്ലാം, അമേരിക്കയുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം ഇത് വ്യക്തമാകുന്നുണ്ട്. അസിത, ആ രീതിയിൽ ഒരു ഭാഗത്ത് GCC രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം ഇപ്പോഴും ഇസ്രയേലും ഇറാനും തമ്മിലുണ്ട്. ആ യുദ്ധ സാഹചര്യത്തിൽ വലിയ നേരിട്ടുള്ള ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മധു കൊട്ടാരക്കര കൂടി ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. ഇന്ന് അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു ഡെവലപ്മെന്റ് വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് US സെനറ്റർമാരുടെ ഈ യുദ്ധം തടയാനുള്ള നീക്കം അത് US സെനറ്റിൽ പരാജയപ്പെട്ടു എന്നാണ്. ആ പ്രമേയം പരാജയപ്പെട്ടിരിക്കുന്നു. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് ഈ പ്രമേയം പരാജയപ്പെട്ടത്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു കൊട്ടാരക്കര, ഈ യുദ്ധം തടയാൻ ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിക്കാൻ സെനറ്റിന് കൂടി സാധിക്കുന്നില്ല. ഏത് രീതിയിലായിരുന്നു വോട്ടെടുപ്പ്? പൂർണ്ണമായൊരു പിന്തുണ ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റ് സെനറ്റ് നൽകി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് ആസിദ, ദിൽന. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു സെനറ്റിൽ ഇന്നത്തെ വോട്ടെടുപ്പ് നടന്നത്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പിന്തുണയുള്ള ഒരു സെനറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായിട്ട് തന്നെയായിരിക്കും അത് വരുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി വളരെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. വാർ പവേഴ്സ് റെസൊല്യൂഷൻ പ്രമേയം ഡെമോക്രാറ്റ്സ് ആയിരുന്നു കൊണ്ടുവന്നത്, അതാണ് പരാജയപ്പെട്ടത്. അല്പസമയം മുമ്പാണ് ഈ വോട്ടെടുപ്പ് നടന്നത്. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് ഈ പ്രമേയം തള്ളപ്പെട്ടത്.
പറയുന്നത് US കോൺഗ്രസിന്റെ മുൻകൂട്ടിയുള്ള അനുമതി ഇല്ലാതെ ഇറാനെതിരെ കൂടുതൽ സൈനിക ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് തടയുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ ഈ പ്രമേയം കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നത്. ഭൂരിഭാഗം അംഗങ്ങളും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാടനുസരിച്ച് തന്നെ വോട്ട് ചെയ്തു. ചില അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ സെനറ്റർ റാൻഡ് പോൾ ഈ പ്രമേയത്തെ അനുകൂലിച്ച്, അതായത് ഡൊണാൾഡ് ട്രംപിനെതിരെ വോട്ട് ചെയ്തു. അതുപോലെ ഡെമോക്രാറ്റിക് സെനറ്റർ ജോൺ ഫെറ്റർമാന് ഈ പ്രമേയത്തെ എതിർത്ത്, അതായത് ട്രംപിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ ഈ ഡെമോക്രാറ്റിക് സെനറ്റർമാർ അവരുടെ സീറ്റുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ ട്രംപിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. സാധാരണ ഇങ്ങനെ വോട്ട് നടന്നതിന് ശേഷം ഉടൻ ഈ അംഗങ്ങൾ സഭ വിടാറാണ് പതിവ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഡെമോക്രാറ്റ്സ് അത് ഒഴിവാക്കി ഈ പ്രതിഷേധം നടത്തി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം ഇങ്ങനെ പടരുമ്പോഴും അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ല എന്നാണ് ഈ പ്രതിപക്ഷത്തിലെ മിക്കവാറും ഉള്ളവർ പങ്കുവെച്ചത്. ഈ ഇറാൻ യുദ്ധത്തെ ചൊല്ലി ഈ US സെനറ്റിൽ ഈ വോട്ടെടുപ്പിന്റെ സമയത്ത് ഭരണ പ്രതിപക്ഷം തമ്മിൽ നല്ല അതിരൂക്ഷമായ നല്ല രീതിയിലുള്ള വാക്പോര് തന്നെ നടക്കുകയുണ്ടായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അമേരിക്കയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിയിടുകയാണെന്നാണ് സീനിയർ ലീഡർ ഡെമോക്രാറ്റ്സിന്റെ ചക് ഷൂമർ പറഞ്ഞത്. അദ്ദേഹം നിരന്തരമായിട്ട് യുദ്ധത്തിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത ഒരാളാണ്. പശ്ചിമേഷ്യയിൽ ഒരിക്കലും അവസാനിക്കാത്ത ഇങ്ങനെയുള്ള യുദ്ധങ്ങളിൽ മനമെടുത്ത അമേരിക്കൻ ജനതയ്ക്കൊപ്പമാണോ നിങ്ങളെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പേഴ്സിനോട് അദ്ദേഹം ചോദിച്ചത്. അതോ ഈ തുടർച്ചയായിട്ടുള്ള മറ്റൊരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ അതുപോലെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സിന് ഒപ്പമാണോ എന്ന് ഈ വോട്ടെടുപ്പിൽ നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ചക് ഷൂമർ പറഞ്ഞത്. എന്നാൽ ഈ ഡെമോക്രാറ്റുകളുടെ ഈ നീക്കമൊക്കെ വെറും ഒരു തടസ്സവാദം മാത്രമാണെന്നാണ് റിപ്പബ്ലിക്കൻ സീനിയർ ലീഡേഴ്സ് ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഇറാന്റെ ആണവ പദ്ധതികളൊക്കെ തകർക്കുന്നതിന് മുൻഗണന ഡെമോക്രാറ്റുകൾ നൽകുന്നത് അല്ലാതെ ഡൊണാൾഡ് ട്രംപിനെ എതിർക്കാനാണ് ഈ റിപ്പബ്ലിക്കൻ ചെയ്യുന്ന റിപ്പബ്ലിക്കൻ സെനറ്റർ കൂടിയായ ജോൺ ബറാസോ കുറ്റപ്പെടുത്തുകയും ഉണ്ടായി. ആസിദ, ദിൽന. മധു, സ്വാഭാവികമായും റിപ്പബ്ലിക്കൻസിന് ഭൂരിപക്ഷമുള്ളൊരു സഭയിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാൻ തരമില്ല, മധു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ ഈ നീക്കം അത് സ്വാഭാവികമായും ഇറാന്റെ കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നതല്ല. ലോകരാഷ്ട്രങ്ങൾക്ക് ഇടയിൽ പല സാഹചര്യത്തിലും പല ഘട്ടത്തിലും ഇപ്പോൾ വെനസ്വേല അടക്കം നമ്മൾ പലതവണ ഉദാഹരണമായി പറയുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരം ഇടങ്ങളിലൊക്കെ അമേരിക്ക നടത്തിയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ ഇടപെടലിനെതിരെ ഒരു പരിധിവരെ തടയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ സെനറ്റിലെ നീക്കം. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ കാര്യത്തിൽ മാത്രമല്ല ഇനിയുള്ള അത്തരം നീക്കങ്ങളിലും ട്രംപിന് ഒരു വലിയ പിന്തുണ ഉണ്ടാകുന്നു എന്നതുകൂടിയുണ്ട്. അത് അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണ്. ആസിദ, അമേരിക്കയുടെ ഒരു ജനാധിപത്യ രീതിയിൽ ഇത് കൃത്യമായിട്ട് രേഖകളോടുകൂടി സെനറ്റിന്റെ വിവിധ കമ്മിറ്റികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ചുമതല ഡൊണാൾഡ് ട്രംപിനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ധനകാര്യ ബില്ലും ഒക്കെ വരുമ്പോൾ ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ മാത്രമേ ആവശ്യത്തിനുള്ള വോട്ട് ലഭിക്കുക പോലും ഉള്ളൂ. നമുക്കറിയാം ഗവൺമെന്റ് ഷട്ട് ഡൗൺ തന്നെ എത്ര ദിവസം മുമ്പോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഒരു ഡിക്റ്റേറ്റർ പോലെ അത്ര എളുപ്പത്തിൽ അമേരിക്കൻ ജനാധിപത്യ രീതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ വെനസ്വേലയിൽ തന്നെ ട്രംപ് ഈ നിയമങ്ങളുടെ പഴുതുകളിൽ കൂടെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ തലവനായിട്ട് വെനസ്വേല പ്രസിഡന്റ് മദൂരയെ പ്രഖ്യാപിച്ച് അതിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചതിന് ശേഷം മാർക്കോ റൂബിയാണ് അത് പുറപ്പെടുവിച്ചത്. പിന്നീട് നിയമത്തിന്റെ ആ പഴുത് വരുന്നത് ഒരു ഭീകര സംഘടനയുടെ തലവനെ അതിനെ അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് പ്രൂവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഇവിടെ ട്രംപ് ഉപയോഗിച്ച ഒരു നിയമ പഴുതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് ഒന്നാമത് ഇത് വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇത് സൈനിക ഇടപെടലെന്നാണ്, അല്ലെങ്കിൽ സൈന്യത്തിനെ ഒരു പ്രത്യേക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആ നിയമം വെച്ചുകൊണ്ടാണ് അമേരിക്കയുടെ സൈന്യത്തെ ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. 60 ദിവസം വരെ US പ്രസിഡന്റിന് US കോൺഗ്രസിന്റെ അനുവാദം ഇല്ലാതെ ഉപയോഗിക്കാൻ ഭരണഘടന അനുവദിക്കുന്ന ആ നിയമപ്പഴുതാണ്. ഇന്ന് US കോൺഗ്രസ് ഇത് തടയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഡൊണാൾഡ് ട്രംപിന് 30 ദിവസമുണ്ട് അവസാനത്തെ സൈനികനെ തിരിച്ച് അമേരിക്കൻ മണ്ണിൽ എത്തിക്കുവാൻ. അപ്പോൾ ഈ 30 ദിവസം 4 ആഴ്ച എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒരു പക്ഷേ ഈ 4 ആഴ്ച കൊണ്ട് ഈ നിയമം കൃത്യമായിട്ട് പാലിക്കത്തക്ക രീതിയിൽ തന്നെ തിരിച്ചു വരാം. ഇനിയും സെനറ്റിലോ അല്ലെങ്കിൽ US കോൺഗ്രസിലോ സംയുക്ത കോൺഗ്രസിലോ ഒക്കെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അപ്പൊ ആ നിയമപ്പഴുതുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിന്റെ ലീഗാലിറ്റി അമേരിക്കയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു രാഷ്ട്രത്തിന്റെ തലവൻ നെതന്യാഹു ഇറാന്റെ തലവൻ അയത്തുള്ള ഖമീനിയെ കൊലപ്പെടുത്തിയത് 1981 റൊണാൾഡ് റീഗൻ
ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ട് 12333 എന്നാണ് ആ എക്സിക്യൂട്ടീവ് ഓർഡർ. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അമേരിക്കയിലെ സീക്രട്ട് ഏജൻസോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവരോ ഉദ്യോഗസ്ഥരോ മറ്റൊരു രാഷ്ട്രത്തിന്റെ തലവന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊലപ്പെടുത്തുവാൻ പാടില്ല എന്നുണ്ട്. അത് പ്രത്യേകിച്ച് സമാധാനപരമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തിരിച്ചത് പ്രൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് ന്യായീകരിക്കും. ഇപ്പം ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിൽ വെച്ച് ഈ കപ്പൽ മുക്കിയത് അത് ഇന്റർനാഷണൽ ലോ അനുസരിച്ച് അത് നിയമപരമായിട്ട് കുഴപ്പമില്ല, കാര്യം അതൊരു മിലിറ്ററി ഷിപ്പാണെന്ന് പ്രൂവ് ചെയ്യും എന്നോടത്തുകൂടി. പക്ഷെ അതിനൊരു മറുവാദം വരും, ഇറാനിൽ നിന്ന് വളരെ ദൂരെയാണല്ലോ എന്നുള്ളത്. അപ്പൊ ഈ നിയമവിഷയങ്ങൾ പിന്നീടായാലും ചോദ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. യെസ്, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ സൈനിക നടപടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പിന്തുണ നൽകുന്ന ഒരു നടപടിയാണ് ഇന്ന് സെനറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ആ പ്രമേയം യുദ്ധത്തിനെതിരെ യുദ്ധം തടയുന്നതിനുള്ള ഒരു പ്രമേയം അത് പരാജയപ്പെട്ടിരിക്കുന്നു. ഡെമോക്രറ്റുകളാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് എങ്കിലും റിപ്പബ്ലിക്കനാണ് പാർട്ടിക്കാണ് സെനറ്റിൽ ഭൂരിപക്ഷം ഉള്ളത് എങ്കിൽ പോലും ക്രോസ് വോട്ടിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പാർട്ടികൾക്കിടയിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉണ്ട് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ആശങ്ക തുടരുന്നതിനാൽ എങ്ങനെയാണ് തുടർന്നുള്ള നടപടികൾ എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കും ആശങ്കയുണ്ട്. എന്തായാലും മധ്യപൂർവേഷ്യയിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ ഇറാൻ, ഇസ്രയേൽ തുടങ്ങിയ മേഖലകളിലുണ്ട്. അപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അവിടെ ഓരോ രാജ്യങ്ങളിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇനി മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തത് ഇന്ത്യൻ പ്രതിരോധ ഇടനാഴികളിലും ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇന്ത്യൻ നാവികസേനയുടെ 2 പരിപാടികളിൽ പങ്കെടുത്തു മടങ്ങിയ ഇറാൻ പടക്കപ്പലാണ് US അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് തകർത്തത്. ആക്രമണത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ പേരെ ഇന്ന് ഇന്ത്യയിലേക്ക് മടക്കിയെത്തിക്കും. ഇന്ന് ജിദ്ദയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിനിടെ സൗദി വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ത്യൻ തുറമുഖങ്ങൾ അമേരിക്കൻ നാവികസേന ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയം തള്ളി. ചില US മാധ്യമങ്ങളാണ് ഇന്ത്യൻ തുറമുഖങ്ങൾ US നാവികസേന ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തത്. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായി കയറ്റുമതി മേഖല. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചതോടെ കമ്പനികൾ കാർഗോ ബുക്കിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. വിമാനമാർഗവും ചരക്കുകൾ പോകുന്നില്ല. കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി നടക്കാറുണ്ട്. എന്നാൽ സംഘർഷത്തിനു മുമ്പ് കപ്പൽ മാർഗം പോയ കണ്ടെയ്നറുകൾ പോലും മറുകരയിലെത്തിയിട്ടില്ല. 7 കണ്ടെയ്നറുകളിലായി KNP എക്സ്പോർട്ടേഴ്സിന്റെ 200 ടൺ പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. കയറ്റുമതിക്കായി ഒരുക്കിയ 30,000 കിലോ പഴവർഗ്ഗങ്ങൾ പിൻവലിക്കേണ്ടിയും വന്നു. കഴിഞ്ഞ 28-ാം തീയതി നമ്മൾ കണ്ടെയ്നർ ഏറ്റ് പോയ ഷിപ്പുകളൊക്കെ ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നില്ലാത്ത രീതിയിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഇങ്ങോട്ട് റിട്ടേൺ വന്ന് നമുക്ക് കമ്പനിക്ക് ഭയങ്കര ലോസ് ആയിരിക്കും. അങ്ങോട്ട് പോയാലും നമുക്ക് ചെറിയ രീതിയിൽ സാധാരണ രീതിയിൽ പോകാത്തത് കൊണ്ട് അതിൻ്റെ ചെറിയൊരു ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, യുദ്ധം മൊത്തത്തിൽ നടക്കുന്നത് വേറെ ഏതോ ഭാഗത്താണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരെ വരെ നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പച്ചക്കറി പഴവർഗ്ഗങ്ങളായതിനാൽ തിരിച്ചെത്തിയാലും ഇവിടുത്തെ വിപണിയിലും വിറ്റഴിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. വിമാനമാർഗം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിലച്ചതിനു പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും ഇടിഞ്ഞു. നിലവിൽ മസ്കറ്റിലേക്ക് ഒമാൻ എയർ, റിയാദിലേക്ക് ഫ്ലൈനാസ്, സൗദി എയർലൈൻസ് എന്നീ 3 വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. 24 മലപ്പുറം. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഇന്നും സമരം തുടരും. അടുത്ത 3 ദിവസം സൂചനാ സമരം തുടരാനാണ് UNA-യുടെ തീരുമാനം. അടിയന്തര സേവനം ഒഴികെയുള്ളവയാണ് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. തിങ്കളാഴ്ചക്കകം മിനിമം വേതന കാര്യത്തിൽ സർക്കാർ ഉത്തരവിറക്കണമെന്നും ഇല്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങും എന്നുമാണ് മുന്നറിയിപ്പ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് വലിയ ശക്തിപ്രകടനമായിരുന്നു. കൂടുതൽ മറ്റൊരു ഘട്ടത്തിലേക്ക് സമരത്തിലേക്ക് അവർ പോവുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചർച്ചകൾ അല്ലെങ്കിൽ സമവായ നീക്കങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ ഇതിനകം ഉണ്ടായിട്ടുണ്ടോ? മാനേജ്മെന്റുകളുടെ ഒരു നിലപാടെന്താണ്? ഏത് രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ആലോചിക്കുന്നത്?
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അസിത. എന്തായാലും ഇന്നലെ തിരുവനന്തപുരം നഗരം കണ്ടതാണ് എത്രത്തോളം ശക്തമാണ് UNAയുടെ സമരം എന്നും UNAയുടെ സംഘടിത ശക്തി എന്നും. എന്തായാലും ഇന്ന് അത്തരമൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് അവർ പോകില്ല. ഇന്ന് സൂചനാ സമരമാണ്. തുടർച്ചയായ 3 ദിവസം, അതായത് ഇന്ന് മുതൽ 3 ദിവസം സൂചനാ സമരമാണ്. ഇന്ന് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മാത്രം ഈ അത്യാവശ്യ ഡ്യൂട്ടികൾ ഒഴികെ ബാക്കി എല്ലാ ഡ്യൂട്ടികളും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമാണ് 3 ദിവസം നടക്കുക. അതിനുശേഷം തിങ്കളാഴ്ച വരെ തീരുമാനമുണ്ടായില്ല എങ്കിൽ തിങ്കളാഴ്ച സമരത്തിന്റെ രീതി മാറും. തിങ്കളാഴ്ച ലോങ് മാർച്ച് തുടങ്ങാൻ പോവുകയാണ്. ലോങ് മാർച്ചിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോങ് മാർച്ച് തുടങ്ങും. അനിശ്ചിതകാല സമരത്തിലേക്കും UNA നീങ്ങുകയും ചെയ്യും. സംസ്ഥാനത്ത് 490-ലധികം സ്വകാര്യ ആശുപത്രികളുണ്ട്. അവിടെയുള്ള നഴ്സുമാരാണ് ഈ സംഘടിതമായി തന്നെ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മിനിമം വേതനം ഉറപ്പാക്കുക എന്നുള്ള മാന്യമായ ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള അനുകൂല സമീപനം, അനുകൂല ആശയവിനിമയം ഇവരിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇതിന്റെ ഒരു ഘട്ട ചർച്ചകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അതിന് കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷന്റെ ശുപാർശകളും സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇനി സർക്കാർ മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തി ഇതുമായി തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി. പക്ഷേ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ സർക്കാർ കടന്നിട്ടില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ചത്തെ സമരത്തിലേക്ക് UNA കടന്നു കഴിഞ്ഞാൽ മുൻപ് UNA സംസ്ഥാനത്ത് ഒരു സംഘടിതമായ സമരം നടത്തി നമ്മളെല്ലാം കണ്ടതാണ്. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചുകൊണ്ടുള്ള സമരങ്ങൾ. എന്തായാലും സമാന രീതിയിലുള്ള സമരങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇന്ന് മുതൽ 3 ദിവസം ആശുപത്രികളിൽ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ, അതായത് ICU ഡ്യൂട്ടി, കാഷ്വാലിറ്റി ഡ്യൂട്ടി തുടങ്ങിയവയെല്ലാം നടത്തും. മറ്റ് ഡ്യൂട്ടികളെല്ലാം പൂർണ്ണമായി വാർഡ് ഡ്യൂട്ടികളടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമാണ് ഇന്ന് മുതൽ 3 ദിവസം നടക്കാൻ പോകുന്നത്. അഷിത, ദിൽന. ഉമേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ഇന്നലെ അവരുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴാണ് എത്ര തുച്ഛമായ ശമ്പളമാണ് നമ്മൾ ഈ മാലാഖ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നഴ്സുമാർക്ക് ലഭിക്കുന്നത് എന്നതിന്റെ നേർചിത്രം കൂടി വ്യക്തമാകുന്നത്. നിലവിൽ ഡോക്ടർമാർ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സമരമുഖത്തുള്ള സാഹചര്യമുണ്ട്. കോടതിയുടെ ഇടപെടൽ ആ വിഷയത്തിൽ വന്ന അവസ്ഥയുണ്ട്. അപ്പോഴാണ് നഴ്സുമാർ കൂടി സമരത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും ആരോഗ്യമേഖലയിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതല്ല. അപ്പോൾ സർക്കാരിന് ഈ വിഷയത്തിൽ അധിക നാൾ മൗനം തുടരാൻ സാധിക്കില്ല എന്നത് തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ റിപ്പോർട്ട് നടപ്പാക്കിയാൽ മതി. സ്വാഭാവികമായി റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ എതിർകക്ഷി എന്ന നിലയിൽ അല്ലെങ്കിൽ ശമ്പളം നൽകേണ്ടവർ എന്ന നിലയിൽ ആശുപത്രി മാനേജ്മെന്റുകളെ കേൾക്കണം, അവരുടെ ചർച്ചകൾ കേൾക്കണം, അവരുമായി ചർച്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട ഒരു സമവായത്തിൽ വേണം ഇത് നടപ്പാക്കാൻ. പക്ഷേ ഇതുവരെ അത്തരം നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്തരമൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് നഴ്സുമാരെ കൊണ്ടെത്തിക്കാൻ കാരണമായിരിക്കുന്നത്. സ്വാഭാവികമായി മുൻപ് UNA രൂപീകരണത്തിലേക്ക് എത്തിയ ഘടകം പോലും നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. കാരണം അത്രത്തോളം തുച്ഛമായ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന നഴ്സുമാരെ UNA എന്ന സംഘടന, പ്രൈവറ്റ് ആശുപത്രികളിലെ നഴ്സുമാരുടെ സംഘടന രൂപീകരിച്ച് അവർ തെരുവിലിറങ്ങി അവർ സമരം നടത്തിയതിന് ശേഷമായിരുന്നു അവർക്ക് കുറച്ചെങ്കിലും മാന്യമായ അടിസ്ഥാന ശമ്പളത്തിലേക്ക് എത്താൻ സാഹചര്യം ഒരുങ്ങിയത്. പക്ഷേ അത് കാലഘട്ടം മാറി. അവർക്ക് സ്വാഭാവികമായി അവരുടെ ശമ്പള വർധനവ് ന്യായമായ ആവശ്യമാണ്. അന്ന് സമരം നടത്തി അവർ നേടിയെടുത്ത അതേ ആവശ്യം അവർക്ക് വീണ്ടും മുന്നോട്ട് വെച്ച് സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരിക എന്നുള്ളത് സ്വാഭാവിക നീതിയുടെ കൂടി ലംഘനമാണ്. എന്തായാലും ഇനി സർക്കാർ ഇതിൽ മുന്നോട്ട് വരണം. മാനേജ്മെന്റുകളും, അതായത് ആശുപത്രി മാനേജ്മെന്റുകളും ഇത് തന്നെയാണ് പറയുന്നത്. മിനിമം വേതനം ഉത്തരവിറക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കേണ്ടതും സർക്കാരാണ്. അത് നൽകേണ്ടത് തങ്ങളാണ്. അത് നൽകണോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനമെടുത്ത ശേഷം ഞങ്ങൾ തീരുമാനിക്കും. എന്തായാലും നിലവിൽ സർക്കാരാണ് അത് തീരുമാനിക്കേണ്ടത് എന്നുള്ള തീരുമാനത്തിലാണ് ആശുപത്രി മാനേജ്മെന്റുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പന്ത് സർക്കാരിന്റെ കോർട്ടിലാണ്. സ്വാഭാവികമായി സർക്കാർ എന്ത് നിലപാടെടുക്കും. ഇനി വളരെ തുച്ഛമായ ദിവസം മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. ആ സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യവും സർക്കാരിന് മുന്നിലുണ്ട്. എന്തായാലും സർക്കാർ ഇതുവരെ അനുകൂലമായ ഒരു സമീപനം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അസിത, ദിൽന. ഏതാണ്ട് 10 വർഷം മുൻപാണ് സംസ്ഥാനത്താകെ വലിയ രീതിയിലുള്ള നഴ്സസ് സമരം നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് മിനിമം വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായതിപ്പോൾ അത് 40,000 രൂപയായി, അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, പുതിയ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി നഴ്സസ് സമരത്തിലേക്ക് പോകുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ SSLC 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് SSLC പരീക്ഷ. നാളെയാണ് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങുക. 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷാ മൂല്യനിർണ്ണയം ഏപ്രിൽ 7-ന് ആരംഭിച്ച് ഏപ്രിൽ 28-ന് പൂർത്തീകരിക്കും. മെയ് 8-നാണ് പരീക്ഷാ ഫല പ്രഖ്യാപനം. ഫലം പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം. മെയ് 22-ന് ഹയർ സെക്കൻഡറി ഫലം പ്രസിദ്ധീകരിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലകളിൽ പരീക്ഷകൾ ഇന്നുണ്ടാകില്ല. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്.
കോഴിക്കോട് താമരശ്ശേരിയിൽ ഫർണിച്ചർ നിർമ്മാണശാലയിൽ തീപിടുത്തം, തടി ഉരുപ്പടികളും മേൽക്കൂരയും കത്തി നശിച്ചു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. നിഖിൽ, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? എന്താണ് നിലവിലെ സ്ഥിതി? ഗുഡ് മോർണിംഗ് ദിൽന. ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് ഈങ്ങാപ്പുഴയിൽ ഈ തീപിടുത്തമുണ്ടായത്. ഈങ്ങാപ്പുഴ കോടഞ്ചേരി റോഡിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുകുളം സ്വദേശി ഹൈദറിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ നിർമ്മാണശാലയിലാണ് തീ പടർന്നു പിടിക്കുന്നതായി പുലർച്ചെ അവിടെയുള്ള ആളുകൾ കാണുന്നത്. ഉടനെ തന്നെ ഫയർഫോഴ്സിനെയും മറ്റും വിവരമറിയിച്ചു. തടി ഉരുപ്പടികളും മേൽക്കൂരയും കത്തി നശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നുണ്ട്. മുക്കത്ത് നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. മര ഉരുപ്പടി ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് കത്തി പടർന്നു പിടിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം എത്തുമ്പോഴേക്കും തന്നെ ഒരുപാടധികം തടി ഉരുപ്പടികൾ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് നിലവിൽ വ്യക്തമായിട്ടില്ല. ശരി, കോഴിക്കോട് താമരശ്ശേരിയിലാണ് സംഭവമുണ്ടായത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക് നോക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പ് വാർത്തകൾ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയിൽ സമിതിയിൽ വിശദമായ ചർച്ച നടക്കും. തർക്കമുള്ള മണ്ഡലങ്ങളിൽ സംസ്ഥാന സമിതിയുടെ തീരുമാനം നിർണായകമാകും. സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യും. ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ചർച്ച ചെയ്ത് വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തും. ഈ ആഴ്ച അവസാനമോ അടുത്തയാഴ്ച ആദ്യമോ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് CPIM തീരുമാനിച്ചിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് വൈകുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വൈകിയേക്കും. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന CPIM നേതാവ് G. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നേതാക്കളുടെ ശ്രമം തുടരുന്നു. ജില്ലാ സെക്രട്ടറി R. നാസർ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന നിലപാടിൽ G. സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ G. സുധാകരനുമായി സംസാരിക്കും. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അശ്വിൻ, G. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയാണ് R. നാസർ അദ്ദേഹത്തെ അപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. പക്ഷേ നിലപാട് ആവർത്തിക്കുകയായിരുന്നു സുധാകരൻ. തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. മുതിർന്ന നേതാവിന്റെ ഈ നിലപാട് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. സ്വാഭാവികമായും നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. അതേത് നിലയിലാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് 63 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചാണ് ഇന്നലെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. G. സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്, മെമ്പർഷിപ്പ് പുതുക്കാതെ മുന്നോട്ട് പോകുന്നത് പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താൻ, അടിയന്തര ഇടപെടൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സംസ്ഥാന നേതൃത്വം തന്നെയാണ് ചർച്ചകൾക്ക് വേണ്ടി G. സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി ജില്ലാ സെക്രട്ടറി R. നാസറിനെയും ചുമതലപ്പെടുത്തിയത്. പക്ഷേ അതുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. G. സുധാകരൻ R. നാസറിനെ പോലെ ഒരു ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ച് ഇത് തീർക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാക്കൾ, അതായത് MA ബേബിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ അടക്കമുള്ള ആളുകൾ സംസാരിക്കണം എന്നുള്ളതാണ് നിലവിൽ G. സുധാകരന്റെ ആവശ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി പോലും ഈ വിഷയത്തിൽ ഇടപെടേണ്ട എന്നുള്ള നിലപാടാണ് നിലവിൽ G. സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പാർട്ടി നേതൃത്വം ഇതിലേക്ക് ഏതു തരത്തിൽ പോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം 15 മിനിറ്റോളം R. നാസർ ഫോണിൽ G. സുധാകരനുമായി സംസാരിച്ചിരുന്നു. മെമ്പർഷിപ്പ് എന്തായാലും പുതുക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എങ്ങനെ, ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണോ, മാധ്യമങ്ങളെ കാണണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ല എന്നുള്ളതാണ് രാവിലെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എന്തായാലും പാർട്ടി അനുനയ ചർച്ച തുടങ്ങിയതിന് പിന്നാലെയാണ് ഒരു ആലോചനയിലേക്ക് പോവുകയാണോ G. സുധാകരൻ എന്നുള്ളതാണ് സംശയം. അതോ മറ്റേതെങ്കിലും പുതിയ വലിയ തീരുമാനത്തിൽ അദ്ദേഹം പോകുമോ എന്നുള്ളതൊക്കെ ഇന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അശ്വിനി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തുടങ്ങിയതാണ് ഏറെക്കുറെ ഈ ഒരു അസ്വസ്ഥതകൾ. പല ഘട്ടങ്ങളിലായി ചില തുറന്നുപറച്ചിലുകൾ അല്ലെങ്കിൽ അസ്വാരസ്യ പ്രകടനം ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന സ്ഥിതിയിലേക്ക്, പ്രത്യേകിച്ചും മറ്റൊരു തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കെ അങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ജാഗ്രത CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. തുടർന്ന് പാർട്ടി ഏത് രീതിയിലുള്ള നടപടി സ്വീകരിച്ചാലും G. സുധാകരൻ എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അദ്ദേഹം എന്താണ് തുടർ നടപടികൾ എന്ന നിലയിൽ ആലോചിക്കുന്നത്? മറ്റെന്തെങ്കിലും സാധ്യതകൾ, മറ്റെന്തെങ്കിലും പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ ആകാംക്ഷയ്ക്ക് പ്രസക്തിയുണ്ടോ?
ആ രാഷ്ട്രീയാകാംക്ഷ തന്നെയാണ് നിലവിൽ പ്രധാനമായും ഉയർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു ജി സുധാകരൻ എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്ന പരാതി. അന്ന് അവിടെ വിജയിച്ച എച്ച് സലാം അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ പരാതി നൽകുകയും പിന്നീട് ഒരു അന്വേഷണ കമ്മീഷൻ വരികയും അതിൽ ജി സുധാകരനെതിരായി ഗുരുതര കണ്ടെത്തലുകളടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ജി സുധാകരന്റെ പാർട്ടിയുമായുള്ള പ്രശ്നം അതിനേക്കാൾ മുന്നേ തുടങ്ങിയതാണ്. തന്നെ വ്യക്തിപരമായി അവഹേളിക്കുന്നുവെന്നും അവഗണിക്കുന്നുവെന്നുള്ള പരാതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതൊക്കെ പരിഹാരത്തിന്റെയും അനുനയത്തിന്റെയും ഒക്കെ പാതയിൽ പലതവണ പോയതാണ്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ഒരു വലിയ പൊട്ടിത്തെറിക്ക് പിന്നാലെ ഇനി ജി സുധാകരനെ പ്രകോപിപ്പിക്കേണ്ട, അദ്ദേഹത്തിനെതിരായ പ്രസ്താവനകൾ വേണ്ട എന്ന സജി ചെറിയനുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതും പാലിക്കാൻ പാർട്ടി നേതാക്കൾക്ക് കഴിയുന്നില്ല. സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ അവഹേളിച്ച് സംസാരിച്ചതാണ് നിലവിൽ വലിയ പ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നത്. അതൊക്കെ ജി സുധാകരൻ ഏത് തലത്തിൽ കാണും എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസുമായി അദ്ദേഹം ചർച്ച നടത്തുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമായി അദ്ദേഹം ചർച്ച നടത്തുമോ എന്നുള്ള രാഷ്ട്രീയ ആകാംക്ഷ നിലവിലുണ്ട്. ചില മണ്ഡലങ്ങളിൽ UDF സ്വതന്ത്രനായി അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ തുടങ്ങി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തുവരുന്നതിനിടെയാണ് ഈ അതിവേഗത്തിലുള്ള ഒരു ഇടപെടൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയാൽ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ, പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ആലപ്പുഴയിൽ CPIM അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടി ആലപ്പുഴയിൽ ആകെ ഒരു സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ജി സുധാകരൻ. പാർട്ടി നേതാവ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അഴിമതിരഹിത ഒരു പശ്ചാത്തലമുള്ള നേതാവ് എന്ന നിലയിൽ വലിയ ജനപിന്തുണയുള്ള നേതാവ് കൂടിയാണ് ജി സുധാകരൻ. അതുകൊണ്ട് അമ്പലപ്പുഴ അടക്കമുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ UDF സ്വതന്ത്രമായി മത്സരിച്ചാൽ അത് തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തലുണ്ട്. എന്തായാലും ചർച്ചകൾ, അനുനയ ശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ട്. ശരി, അശ്വിൻ പാലാടിയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ CPIMൽ വലിയ സ്വാധീനമുള്ള ജി സുധാകരന്റെ നിലപാട് സ്വാഭാവികമായും CPIMന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് നിലയിലുള്ള ഇടപെടലിനും നേതൃത്വം തയ്യാറാകും എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. മറ്റൊരു റിപ്പോർട്ട് നോക്കാം. പാലക്കാട് ജില്ലയിലെ CPIM വിമതർ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ PK ശശി പങ്കെടുക്കും. CPIMലെ അസംതൃപ്തരായ ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് രാവിലെ 10 മണിക്ക് പാലക്കാട് ചന്ദ്രനഗർ ശ്രീപാർവതി ഓഡിറ്റോറിയത്തിൽ യോഗം ചേരുന്നത്. യോഗം PK ശശി ഉദ്ഘാടനം ചെയ്യും. ശശിയുടെ ഫോട്ടോ ഉപയോഗിച്ചുള്ള ബാനർ വരെ സംഘാടകർ പുറത്തിറക്കിയിട്ടുണ്ട്. UDF ഇത്തവണ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ സീറ്റുകളുടെ കാര്യത്തിൽ ഇരു മുന്നണികളും അന്തിമ രൂപത്തിലേക്ക്. ഒരു സീറ്റ് പോലുമില്ലാത്ത കോൺഗ്രസ് ജില്ലയിൽ നിന്ന് ആകെ പ്രതീക്ഷിക്കുന്നത് 10ഓളം സീറ്റുകളാണ്. പലരും ഇതിനോടകം പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. ആകെയുള്ള 13 ഇടങ്ങളിൽ 11 LDF ആണ്. പേരിന് പോലും ഒരു കോൺഗ്രസ് പ്രാതിനിധ്യം പതിറ്റാണ്ടുകളായി ജില്ലയിലില്ല. ഇത്തവണ പക്ഷേ കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. ബേപ്പൂരിൽ 200-ൽ താഴെയാണ് ഇടത് ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ഒന്ന് ആഞ്ഞുപിടിച്ചാൽ 10 സീറ്റ് വരെ നേടാൻ കഴിഞ്ഞേക്കുമെന്നാണ് UDF പ്രതീക്ഷ. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെയും വടകര MP ഷാഫി പറമ്പിലിന്റെയും ഇടപെടലുകൾ ജില്ലയിലെ പാർട്ടിയുടെ തിരിച്ചുവരവിന് കളമൊരുക്കിയിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ. കോഴിക്കോട് ഇതുവരെ ഉണ്ടായിരുന്ന പോലെ 2021-ലൊക്കെ ഉണ്ടായിരുന്ന പോലെ LDFനൊരു ക്ലീൻ വിക്ടറി അല്ലെ സ്വീപ്പ് വിക്ടറി എന്ന് പറയാവുന്ന രൂപത്തിൽ പോവില്ല. കാരണം പല മണ്ഡലങ്ങളിലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം അത് എങ്ങോട്ട് പോകുന്നുള്ളത്. UDFലെ പല നേതാക്കളും ഇതിനോടകം മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിച്ചു. കോഴിക്കോട് നോർത്തിൽ K ജയന്ത്, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, നാഥാപുരത്ത് KM അഭിജിത്ത്, ബേപ്പൂരിൽ PV അൻവർ എന്നിവർ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ, ബാലുശ്ശേരിയിൽ VT സൂരജ് എന്നിവരും മത്സരിച്ചേക്കും. രമ്യ ഹരിദാസിനെയും ജില്ലയിലെ ഒരു സീറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട്. LDFൽ സിറ്റിംഗ് MLAമാരായ PA മുഹമ്മദ് റിയാസ്, തോട്ടത്തിൽ രവീന്ദ്രൻ, KP മുഹമ്മദ് കുട്ടി, KP കുഞ്ഞമ്മദ് കുട്ടി, ലിൻഡോ ജോസഫ്, KM സച്ചിൻ ദേവ് എന്നിവർ വീണ്ടും മത്സരത്തിനിറങ്ങും. കൊയിലാണ്ടിയിൽ കാനത്തിൽ ജമീലയ്ക്ക് പകരം K ദാസൻ മത്സരിക്കും. എലത്തൂരിൽ AK ശശീന്ദ്രൻ മത്സരത്തിനിറങ്ങിയാൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത തന്നെ തലവേദനയാകാനുള്ള സാധ്യതയുണ്ട്. വടകരയിൽ RJDയും സൗത്തിൽ അഹമ്മദ് ദേവർകോവിലും വീണ്ടും മത്സരിക്കും. സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടം എന്തായാലും ബേപ്പൂരിലേതാകുമെന്ന് ഉറപ്പ്. ഇത്തവണ UDFന്റെ ഭാവി നിർണ്ണയിക്കുക മലബാർ. അതിൽ തന്നെ നേതൃത്വം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് കോഴിക്കോട് ജില്ലയിലും. എന്നാൽ കയ്യിലുള്ള ഒരു സീറ്റ് പോലും നഷ്ടപ്പെടില്ലെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. കോഴിക്കോട് NSS ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ അധ്യാപകൻ അറസ്റ്റിൽ. താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മുഹമ്മദ് ഇസ്മയിലാണ് അറസ്റ്റിലായത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം എപ്പോഴായിരുന്നു ഉണ്ടായത്? എന്താണ് മറ്റു വിവരങ്ങൾ?
ഡിസംബറിലാണ് ഈ NSSന്റെ ക്യാമ്പ് നടക്കുന്നത്. ആ ക്യാമ്പ് കഴിഞ്ഞതിന് പിന്നാലെ ജനുവരിയിൽ സ്കൂളിൽ വെച്ച് നടന്ന ഒരു കൗൺസിലിംഗിൽ ഒരു വിദ്യാർത്ഥിനി ഈ അധ്യാപകനെതിരെ പരാതി പറയുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഏതാനും കുട്ടികൾ തങ്ങൾക്ക് നേരിട്ട ലൈംഗിക അതിക്രമം സംബന്ധിച്ച പരാതി സ്കൂൾ അധികൃതർക്ക് നൽകുകയായിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതർ ഈ പരാതി പോലീസിനെ കൈമാറുകയും ചെയ്തു. ഈ പരാതിയിൽ പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഈ അധ്യാപകന് ഈ വിവരം ചോർത്തി നൽകുകയും തുടർന്ന് ഇയാൾ നിരന്തരമായി ഒളിവിൽ കഴിയുകയായിരുന്നു. തുടർന്ന് ഏറ്റവും ഒടുവിൽ പോലീസ് എന്തായാലും തന്നെ പിടികൂടുമെന്ന് മനസ്സിലായതിന് പിന്നാലെ ഈ പ്രതി നേരിട്ട് സ്റ്റേഷനിലെത്തി, താമരശ്ശേരി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അധ്യാപകൻ നിരന്തരമായി കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നതായി വിദ്യാർത്ഥികളുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഇതാണ് കേസെടുക്കാൻ ആധാരമായിട്ടുള്ള സംഭവം. എന്തായാലും സ്റ്റേഷനിൽ ഹാജരായ ഈ പ്രതിയെ ഇതിനോടൊപ്പം തന്നെ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി പോലീസ് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തു പോരുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികളുടെ പരാതികൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അധ്യാപകനെതിരെ ഉണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത്. NSS ക്യാമ്പിനിടെയാണ് വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായത്. അധ്യാപകനാണ് അറസ്റ്റിലായത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥി ജാസ്ലിയ ജോൺസന്റെ മരണത്തിനിടയാക്കിയ വാഹനം ഓടിച്ചയാളെ പിടികൂടാതെ പോലീസ്. കോട്ടയം സ്വദേശി സിറിയക് പി ജോർജാണ് വാഹനം ഓടിച്ചത്. പ്രതിയുടെ ഫോട്ടോയും CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ആൻമരിയ, ഈ കുട്ടിയുടെ വീട്ടുകാരടക്കം വലിയ പ്രതിഷേധമുയർത്തിയ വിഷയമാണ്. ഇതുവരെ എന്തുകൊണ്ടാണ് പിടികൂടാൻ സാധിക്കാത്തത് ഈ വാഹനം ഓടിച്ച ആളെ എന്നുള്ളത്? എന്താണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പോലീസ് ഇന്നലെ തന്നെ പ്രതിയെ പിടികൂടുമെന്നുള്ള കാര്യമായിരുന്നു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഇന്നിപ്പോൾ അപകടം നടന്ന 6ാം ദിവസമാണ്. 6ാം ദിവസമായിട്ടും ഇതുവരെ പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ചാണ് എങ്കിൽ ഇന്നലെ പോലീസ് കോട്ടയത്തുള്ള വീട്ടിലടക്കം പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പ്രതി ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. കോട്ടയം സ്വദേശിയായിട്ടുള്ള സിറിയക് പി ജോർജാണ് ഈ വാഹനം ഓടിച്ചിരുന്നയാൾ. കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരിൽ നിന്നും ഇന്നലെ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നുവെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സിറിയക്കിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് കൂടി അല്പം പ്രശ്നം വരുന്നത് ഈ പ്രതിയെ കൂടി പിടികൂടാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. പോലീസിന്റെ വ്യാപകമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിൽ ഇന്നലെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ സഹപാഠികളുടെയും ഇടവനക്കാടുള്ള ജാസ്ലിയുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളുടെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, DYFI തുടങ്ങിയുള്ള എല്ലാ സംഘടനകളുടെ അടക്കം പ്രതിഷേധം ഇന്നലെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ പ്രതിയെ പിടികൂടി. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രതിയെ പിടികൂടുമെന്നായിരുന്നു പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യാപകമായിട്ടുള്ള പരിശോധന 2 ജില്ലകളിലായിട്ടുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതിനുശേഷം പിന്നീട് പ്രതി നേരിട്ട് കോടതിയിൽ ഹാജരാകും എന്നുള്ളൊരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ഇന്നലെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പ്രതി നിലവിൽ എന്തായാലും ഒളിവിൽ തന്നെയാണ്. എവിടെയാണ് ഉള്ളത് എന്നുള്ള സൂചനകളെല്ലാം ഇന്നലെ ലഭ്യമായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ആ സൂചനകൾ ഉണ്ടായിട്ടും തെളിവുകൾ ഉണ്ടായിട്ടും അതോടൊപ്പം തന്നെ പ്രതിയുടെ ഫോട്ടോ അടക്കം പോലീസ് ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടെത്താത്തതാണ് ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് വന്ന കാലതാമസമെന്നായിരുന്നു ഇന്നലെ വരെ പോലെ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ അടക്കം ഇന്നലെ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് പ്രതിയെ പിടികൂടാത്തത് എന്നൊരു ചോദ്യം അത് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അടക്കം ഉയർന്നു വരുന്നുണ്ട്. അവർ ഇനി ഏത് രീതിയിലേക്കാണ് വലിയ തരത്തിലുള്ള പരാതി അല്ലെ മുഖ്യമന്ത്രിക്കടക്കം പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിഷേധം ശക്തമാകുന്നതിന് മുൻപായിട്ട്, അതായത് ഇന്നും ഈ വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. അവർ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, സംസ്കാരത്തിന് മുൻപ് പ്രതിയെ പിടികൂടിയിട്ടില്ല എങ്കിൽ വലിയൊരു പ്രതിഷേധം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പിടികൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് അനിവാര്യമാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടെ ഇപ്പോൾ എന്തായാലും വ്യാപകമായിട്ടുള്ളൊരു അന്വേഷണം അത് നടന്നു വരികയാണ്. വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ സംശയകരമെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. അത് ബലപ്പെടുന്നതാണ് ഇപ്പോഴും അതിലൊരു നടപടി ഇല്ലാത്തത്. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭാ തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പത്രികയിൽ ഒപ്പുവെച്ചു എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചത്. നിതീഷ് കുമാർ ഒഴിയുന്ന പശ്ചാത്തലത്തിൽ BJP മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും. ഇതോടെ ന്യൂസ് ബ്രേക്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മോർണിംഗ് ഷോയുടെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം ഹഷ്മി താജ് ഇബ്രാഹിമും ക്രിസ്റ്റീന ചെറിയാനും.